പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുഴഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണം. കുരുക്കഴിക്കാൻ എനിക്കാകുന്നില്ലല്ലോ, കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ദിവ്യകാരുണ്യീശോയെ, അങ്ങേ മക്കളായ ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കണ്ണുനീരും വിലാപങ്ങളും നൊമ്പരങ്ങളും സ്വീകരിച്ച് ഞങ്ങളുടെ ഉപവാസത്തെയും ഞങ്ങളുടെ നോമ്പിന്റെയും ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും ചൈതന്യത്തിലും അടിസ്ഥാനത്തിലും അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഓർത്തുള്ള വേദനകൾ, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തുള്ള നൊമ്പരങ്ങൾ, തകർച്ചകളെ ഓർത്തുള്ള ഞങ്ങളുടെ കഷ്ടനഷ്ടങ്ങളെ കുറിച്ചുള്ള വിലാപങ്ങൾ എല്ലാത്തിനു മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ദാനിയേൽ പറഞ്ഞു, ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചില്ല. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച്, അങ്ങയുടെ വചനം അനുസരിച്ച് അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കേണ്ട മക്കളാണല്ലോ ഞങ്ങൾ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബങ്ങൾ. എന്നാൽ ഈശോയെ, അങ്ങയോട് മത്സരിച്ചിട്ടെന്ന പോലെ അങ്ങ് ആര്, എന്തിനു ദൈവം എന്നൊക്കെ ചോദിച്ച് ഉദാശയില്ലാതെ, ദൈവഭയമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ അങ്ങയെ തിരസ്കരിച്ച് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ മക്കളും പോയത് കൊണ്ട് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒത്തിരി നൊമ്പരങ്ങളുണ്ട്. പാപത്തിന്റെ പിടി, പിശാചിന്റെ കെണി, അവന്റെ വലയിൽ കുരുങ്ങി ദുശീലങ്ങളിൽപ്പെട്ട് ഇന്ന് ഞങ്ങളുടെ മക്കള് പലരും ഭയങ്കര പേടിയില്ല, അവർക്കൊരു സ്ഥിരതയില്ല, ഉത്കണ്ഠ, നിരാശ, എന്തിനൊക്കെയോ വേണ്ടി ഓടി നടക്കുന്നു. കർത്താവേ, അങ്ങയെ കിട്ടാതെ, അങ്ങയോട് ചേർന്നിരിക്കാതെ ഈ ലോകത്തിന്റെ എന്തിന്റെ പിന്നാലെ പോയാലും, ആരുടെ പിന്നാലെ പോയാലും കർത്താവേ, ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങൾക്കോ സന്തോഷം ഉണ്ടാവില്ല. ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. എന്നാൽ ഇത് സത്യമായ ഈ സത്യം ഗ്രഹിക്കാതെ അകൃത്യങ്ങളിലൂടെ മദ്യപിച്ച് കൂട്ടുകൂടി ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ പോയി, ജടിക സുഖങ്ങളുടെ പിന്നാലെ പോയി കർത്താവേ, അങ്ങയിൽ ഉറച്ചു നിൽക്കേണ്ട മക്കള് അങ്ങയെ പലപ്പോഴും വിട്ടുപോയി. നല്ല പ്രാർത്ഥിച്ചിരുന്ന മക്കള്, വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന മക്കള് ലോകാരൂപിയുടെ സ്വാധീനത്തിൽപ്പെട്ട്, കൂട്ടുകെട്ടിന്റെ സ്വാധീനത്തിൽപ്പെട്ട്, മീഡിയയുടെ സ്വാധീനത്തിൽപ്പെട്ട് ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാനും തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ വശീകരണത്തിൽപ്പെട്ട് ഞങ്ങളുടെ പല മക്കളും കർത്താവെ തകർന്നു പോയി. ഇന്ന് ഒത്തിരി മക്കള് മരുന്നിലാണ് ജീവിക്കാൻ പറ്റണില്ല. ഡിപ്രഷൻ, വേണ്ടാത്ത ചിന്തകള്, ഓർമ്മകൾ. വിലാപത്തോടും കണ്ണുനീരോടും കൂടെ ഞങ്ങളുടെ മക്കളുടെ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാനിയേലിനോട് ചേർന്ന് ജനത്തിന്റെ കഷ്ടതകൾ കണ്ട്, ജനത്തിന്റെ നാശം കണ്ട്, ജനത്തിന്റെ ലജ്ജ കണ്ട് വേദനയോടെ വിലപിച്ച, ഉപവാസമനുഷ്ഠിച്ച ദാനിയേലിനോട് ചേർന്ന് ഞങ്ങള് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് 5 ഭൂഖണ്ഡങ്ങളില് കർത്താവെ ഒരുമിച്ചിരുന്ന് വലിയൊരു സമൂഹം ഞങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങയെ ആരാധിക്കാൻ, അങ്ങയെ മഹത്വപ്പെടുത്താൻ, അങ്ങയെ ജീവിതത്തിൽ ഏതവസ്ഥയിലും വിളിച്ച് ഇടപെടുത്തിക്കാൻ, അങ്ങയുമായുള്ള ആഴമായ ബന്ധത്തിൽ ജീവിക്കാൻ കർത്താവേ ഞങ്ങൾക്കിടയാകട്ടെ. ഈ അവസ്ഥയിലും
ഈ അവസ്ഥയിലും അങ്ങയിലേക്ക് തിരിയാൻ പറ്റാത്ത മക്കൾ, ആ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പല അവസ്ഥകളിലേക്ക് മക്കൾ പോയിട്ടും ഈ മക്കൾക്ക് കർത്താവിലേക്ക് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥ. ഞാൻ ഈ ദിവസങ്ങളിൽ കുറെ മക്കളോട് സംസാരിച്ചു. മക്കളെ, കർത്താവ് നിങ്ങളെ രക്ഷിക്കും, കർത്താവ് നിങ്ങളെ മോചിപ്പിക്കും, കർത്താവ് കരുണ കാണിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈശോയുടെ കൂടെ പോയിരിക്കുക. എന്റെ മക്കളെ, ഈ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. അവർ പറയാ പോകാൻ പറ്റണില്ല. അവിടെ ചെന്ന പിന്നെ ആകെ പണസ്വത്തതയാണ്. വേറെ എന്തെങ്കിലും ചെയ്ത് കണ്ട് കേട്ട് ഇരിക്കാൻ കുഴപ്പമില്ല, ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റണില്ല, ഈശോയുടെ കൂടി ഇരിക്കാൻ പറ്റണില്ല, പ്രാർത്ഥിക്കാൻ പറ്റണില്ല, വചനം വായിക്കാൻ പറ്റണില്ല, ജപമാല ചൊല്ലാൻ പ്രാർത്ഥനയില്ല, പറ്റണില്ല. പറ്റായ്മ ഒരു വലിയ അവസ്ഥയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കാര്യം ഉറപ്പാണ് മക്കളെ, ഈ കർത്താവിലേക്ക് അടുക്കാതെ ഒരിക്കലും ഒരു പരിഹാരമില്ല, ഒരു രക്ഷയില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിന് പ്രാർത്ഥിക്കണം. പറ്റാത്തതുകൊണ്ട് നമ്മുടെ മക്കൾ കിട്ടോ, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവർക്ക് പറ്റണില്ല. അതുകൊണ്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ കരുത്തില്, നമ്മുടെ ഈ കണ്ണുനീരിന്റെയും വിലാപത്തിന്റെയും ഈ യാചനയുടെ ഈ സമയത്ത് നമ്മൾക്ക് ത്യാഗം ചെയ്ത് കരം വിരിച്ചു നിന്ന് നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ സാധിക്കണം. അതിനുള്ള ശക്തി കിട്ടണം, മനസ്സ് കിട്ടണം, അഭിഷേകം കിട്ടണം. അത് ഈശോയെ അങ്ങേക്ക് നൽകാൻ പറ്റും. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് പ്രതിസന്ധിയിലും കർത്താവിനോട് ചേർന്നിരിക്കുന്ന മക്കൾ, നമുക്കറിയാം ദാനിയേൽ പുസ്തകത്തില് 6-ാം അധ്യായത്തില് ദാരിയൂസ് ചക്രവർത്തി പ്രഭുക്കന്മാരാലൊക്കെ ദേശാധിപതിന്മാരൊക്കെ നിർബന്ധിച്ച് ഒരു വിഗ്രഹമുണ്ടാക്കി അതിനെ ആരാധിക്കണം. ആ ചക്രവർത്തിയുടെ തന്നെ വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കാൻ പറഞ്ഞ് അതില് നിരോധനാജ്ഞ മുദ്ര വെച്ചു. അങ്ങനെ ആരെങ്കിലും മറ്റൊരു വിഗ്രഹത്തെയോ ദൈവത്തെ ആരാധിച്ചാല് അവര് സിംഹക്കുഴിയിൽ വലിച്ചെറിയാൻ നമുക്കറിയാം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആ സമയത്ത് നമുക്കറിയാം ദാനിയേല് രാജകൊട്ടാരത്തില് ഭയങ്കര സ്വാധീനമുള്ള ആളാണ്. ദാരിയൂസ് ചക്രവർത്തിയുമായിട്ട് വലിയ സ്വാധീനമുണ്ട്. പക്ഷെ ദാനിയേൽ എന്താ ചെയ്തേ? അവന് 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം വായിക്കേണ്ടതാണ്. ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. അവൻ രാജാവിന്റെ അടുത്തേക്ക് പോയില്ല, ആരെയും സ്വാധീനിക്കാൻ പോയില്ല. അവൻ സ്വഭവനത്തിലേക്ക് പോയി. എന്നിട്ട് വേറെങ്ങും പോകാതെ വീടിന്റെ മുകളിലത്തെ നിലയിൽ ജെറൂസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് ശ്രദ്ധിക്കാം. താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഇത് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴല്ല ദാനിയേൽ പോയെ. അത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ മക്കളും നമ്മളൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് മുട്ടുകുത്തുന്നത്, ദൈവത്തിലേക്ക് ഓടിയെടുക്കുന്നത്, ധ്യാനത്തിന് പോണേ. ദാനിയേൽ അങ്ങനെയല്ല. അവൻ ദിവസേന, അവൻ മുമ്പ് ആ വാക്കാണ്, അവന് മുമ്പ് ചെയ്തിരുന്നത് പോലെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. പ്രവാസത്തില ഈ അവസ്ഥയില, എന്നാലും അവിടെയൊക്കെ കാത്തു പരിപാലിക്കുന്ന, തനിക്ക് അനുകൂലമാക്കുന്ന ദൈവത്തിന്റെ ഇടപെടല്, സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കൃപ തരുന്ന, ജ്ഞാനം തരുന്ന, ശക്തി തരുന്ന, എല്ലാം തരുന്ന ആ ദൈവത്തെ അറിഞ്ഞ് നന്ദി പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. വേറെ ആരോടും പറയാൻ പോയില്ല, വേറെ ആരോടും അപേക്ഷിക്കാൻ പോയില്ല, ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നെ നമുക്കറിയാം ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവിടെ നിന്ന് പിന്നീട് സിംഹങ്ങളുടെ വായകൾ കുട്ടിക്കൊണ്ട് കർത്താവ് അത്ഭുതകരമായിട്ട് ദാനിയേലിനെ രക്ഷിച്ച സംഭവം അറിയാം. ദൈവബന്ധം നമ്മുടെ മക്കൾക്കും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയതാണ് മക്കളെ. മുടങ്ങാതെ താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ ദിവസേന ഡിസിപ്ലിൻ, ഇത് നമ്മുടെ മക്കൾക്കൊന്നും പറ്റണില്ല. ഞാൻ കുറെ മക്കളെ എല്ലാ ദിവസങ്ങളും തൊട്ടടുത്തല്ലേ പള്ളി, തൊട്ടടുത്തല്ലേ നിത്യാരാധന ചാപ്പല്, ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് പോയിരിക്കും ദിവസേന. പറ്റണില്ല മക്കളെ, പറ്റണില്ല.
നമ്മൾ അതിനു വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. മുടങ്ങാതെ നിരന്തരമായിട്ടും മുട്ടുകുത്തി നിന്ന് കർത്താവിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇതുമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നത് നന്ദി പറയാൻ സാധിച്ചാൽ മതി. നമ്മൾ വിളിച്ചാൽ കർത്താവ് ഇറങ്ങി വരും. ഈ ദാനിയേലിന്റെ പ്രാർത്ഥനയിലാണ് ദൈവം ഇറങ്ങി വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, 21 ദിവസത്തെ പ്രാർത്ഥന 21 ദിവസത്തേത് മാത്രമല്ല, ഇതൊരു വലിയൊരു പ്രാർത്ഥനാ ബന്ധത്തിലേക്ക്, ഒരു ശീലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമുക്ക് പ്രാർത്ഥിക്കാം ഈ അഭിഷേകത്തിന് വേണ്ടി. നമ്മുടെ മക്കൾക്ക് ഈ ഒരു അഭിഷേകം കിട്ടിയാണ്ടല്ലോ, ഏത് പ്രതിസന്ധി വന്നാലും സർവാധിപനും സർവശക്തനുമായ ദൈവം എന്റെ കൂടെയുണ്ട്. മക്കൾ നിരാശപ്പെടില്ല, ഡിപ്രഷനിൽ പോവില്ല. തോറ്റാലും അവർ എഴുന്നേൽക്കും. എന്തൊക്കെ കിട്ടിയില്ലെങ്കിലും അവർ ദൈവത്തിൽ ആശ്രയിച്ച് ശക്തി പ്രാപിച്ച് കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഈ അഭിഷേകം കിട്ടാന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു അനുഗ്രഹം. നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ടും ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം വൈദികർക്ക് വേണ്ടിയൊക്കെ. കാരണങ്ങളോ നമുക്കറിയാലോ, സിസ്റ്റേഴ്സിന് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദാനിയേലിനെ പോലെയുള്ള കർത്താവിന്റെ മുമ്പിൽ വിലപിച്ച് ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വൈദികരും സന്യസ്തരും അപ്പന്മാരും അമ്മമാരും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളൊന്നും നശിച്ചു പോയില്ല. വേദനയോടെ പറയാ, നമ്മുടെ മക്കൾക്ക് ഈ ഗതി വരില്ല. നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള വൈദികർക്ക് വേണ്ടി, അങ്ങനെയുള്ള സന്യസ്തർക്ക് വേണ്ടി, കന്യാസ്ത്രീമാർക്ക് വേണ്ടി, അങ്ങനെയുള്ള അപ്പന്മാരും അമ്മമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാനീശോയെ, അങ്ങയുടെ കരുണയിലേക്ക് തിരിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കേണ്ട മക്കളാ ഈശോയെ. അങ്ങയോട് ചേർന്ന് ദാനിയേലിനെ പോലെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ അങ്ങയോട് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് അങ്ങയെ കൂടെ നിർത്തി ഏത് സിംഹക്കുടിയിലും ഏത് പ്രതിസന്ധിയിലും അങ്ങ് ഇടപെടുന്ന അഭിഷേകത്തിലും അനുഭവത്തിലും ജീവിക്കാൻ സാധ്യതയുള്ളവരാണല്ലോ കർത്താവെ. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ ബന്ധം കർത്താവ് ഞങ്ങൾക്ക് അങ്ങ് തിരിച്ചു തരണമേ. ഞങ്ങളുടെ മക്കളെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണം. ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടണം കർത്താവെ. ഇന്ന് അങ്ങയെ വിട്ടതിന്റെ പേരിൽ ഞങ്ങളുടെ പല മക്കളും ഇന്ന് സിംഹക്കുഴിയില, തീച്ചൂളയില, പാപത്തിന്റെ പിശാചിന്റെ കെണിയില, അവൻ വച്ച വലയിൽ കുടുങ്ങിക്കിടക്കുക. ഞങ്ങള് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ് കർത്താവെ. അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കാൻ പറ്റില്ല. ദാനിയേലിന്റെ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ, ആ 3 യുവാക്കന്മാരുടെ തീച്ചോളിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ കർത്താവെ, ഹബക്കൂക്കിനെ അയച്ച് ദാനിയേലിന് സിംഹക്കുഴിയിൽ ഭക്ഷണം കൊടുത്ത പോലെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക്, രോഗാവസ്ഥകളിലേക്ക്, കെണികളിലേക്ക്, അവർ കിടക്കുന്ന വലകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണം. വലകളെ തകർക്കണം, കെണികളെ പൊട്ടിക്കണം, കെണികളെ തകർത്ത് പൊളിച്ചു കളയണം. ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എൻ്റെ മക്കളെ. ഈ ദിവസത്തെ നമ്മുടെ ജപമാല, കരുണയുടെ ജപമാല, നമ്മുടെ വചന വായന, വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രത്യേക പ്രാർത്ഥന നിങ്ങൾ മുടക്കരുത് മക്കളെ. ഏതെങ്കിലും സമയത്ത് ഈ പ്രാർത്ഥനകൾ നിങ്ങൾ മാറി മാറി ചൊല്ലണം. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തിരുരക്തത്തിന്റെ ജപമാല, അത് നിങ്ങൾ എല്ലാ ദിവസവും തിരുരക്തത്തിന്റെ ജപമാല വീട്ടിൽ വെച്ച് തിരുരക്തത്തിന്റെ വലിയ ശക്തി, രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തി നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വന്തമാക്കണം. 21 ദിവസങ്ങള് വലിയ പ്രാർത്ഥനയുടെ ദിവസങ്ങളായിരിക്കണം കേട്ടോ മക്കളെ, നഷ്ടപ്പെടുത്തല്ലേ. വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾ ഈ പ്രാർത്ഥന അനേകർക്ക് പകർന്നു കൊടുക്കണേ. ഈശോയുടെ നാമത്തില് അച്ഛൻ അപേക്ഷിക്കണം, ഒത്തിരി പ്രാർത്ഥിക്കണം നമ്മള്. അതുപോലെ നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മക്കളെ ബലപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുക, അനേക ആയിരങ്ങൾ കൂട്ടിച്ചേർക്കുക. ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയർ വലിയ അത്ഭുതങ്ങള്, വലിയ ദൈവിക ശക്തികളുടെ പ്രകടനങ്ങള് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ശുശ്രൂഷയില്, ഇനി അങ്ങോട്ട് ഈ പോരാട്ടത്തില് നമ്മെ ബലപ്പെടുത്തും,
ശക്തിപ്പെടുത്തി. ഒരു കാര്യം അച്ഛൻ പറഞ്ഞോട്ടെ, ഇനി അത് മാറി മാറി അച്ഛൻ പറയും. നമ്മളൊരു പോരാട്ടത്തിലാണ് മക്കളെ. ഈ പോരാട്ടത്തിൽ നമ്മൾ എപ്പോഴും പോരാടിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ക്ഷീണിച്ച് വിശ്രമിച്ച് ഒന്ന് മാറി നിന്നാൽ ശത്രു നമ്മളെ കീഴ്പ്പെടുത്തും. പടക്കളത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ പടക്കളത്തിലാണ്, പോരാടിയേ പറ്റൂ. പോരാട്ടം നിർത്തിയാലോ? പടക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എതിർ ശത്രു നമ്മളെ വെട്ടി കളയും. സോ നമ്മൾ വിശ്രമിക്കാൻ പാടില്ല. നമ്മുടെ കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കാൻ പാടില്ല. വിലാപത്തിന്റെയും കണ്ണുനീരിന്റെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയർത്തിയേ പറ്റൂ. അത് നമ്മൾ അർത്ഥം മനസ്സിലാക്കി ചെയ്യുക. ഈ പോരാട്ടത്തിൽ അനേകരെ പങ്കുചേർക്കുക. അനേകം സൈന്യങ്ങൾ വന്നാല് നമുക്ക് യുദ്ധം ജയിക്കാൻ പറ്റും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ അനേകർക്ക് പങ്കുവച്ചു കൊടുക്കുക, അനേകരെ കൂട്ടിച്ചേർക്കുക, അനേകർ ഒരുമിച്ച് ഉപവസിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, ആയുധമെടുക്കട്ടെ, യുദ്ധം ചെയ്യട്ടെ, ശത്രുവിന്റെ തല പിളരട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മുടെ കർത്താവിന്റെ കൂടെ നിൽക്കാം. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകള്, നിയോഗങ്ങള് ദിവ്യാന സന്നദ്ധിയില് സമർപ്പിക്കാം. നമ്മുടെ മക്കൾക്ക് ആഴമായ ഈശോബന്ധം, നമ്മുടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും കർത്താവുമായി ആഴമായ ബന്ധം, ഡിസിപ്ലിൻ, നിരന്തരമായ സ്ഥിരമായ പ്രാർത്ഥനാ ബന്ധം ഉണ്ടാകാനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകം ചോദിച്ചു വാങ്ങും. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകൾക്കും വരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെയും കുടുംബത്തെയും കർത്താവിലേക്ക് ഉയർത്തി ആശീർവാദം സ്വീകരിക്കും. മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ സുഖപ്പെടുത്തണമേ. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ഞങ്ങളെ നോക്കിക്കാണണമേ, കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ, കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ദയ തോന്നി ഞങ്ങളെ നോക്കണമേ, കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ കാണണമേ, ഞങ്ങളുടെ മക്കളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ മക്കളോട് കരുണ തോന്നണമേ. ഈശോയേ,